ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇൻവെർട്ടറും അതിൻ്റെ ട്രോളി കൂടി ഇൻക്ലൂഡായി വന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ലൂമിനോസ് എന്ന ബ്രാൻഡിൽ ഐക്കൺ 1100 എന്ന മോഡലിലാണ് ഈ ഒരു ട്രോളിയും ഇൻവെർട്ടറും കൂടി വന്നിരിക്കുന്നത്. ഇത് ബാറ്ററി നമ്മൾ എക്സ്ട്രാ വാങ്ങി ഇതിൽ ഫിറ്റ് ചെയ്യണം. ഇൻവെർട്ടർ ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ സേഫായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് വശമാണിത്. ഇതിൻ്റെ ബാക്കിലും ഇതിൻ്റെ ബ്രാൻഡ് നെയിം സെൻറ്ററിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ഇൻവെർട്ടർ വന്നിരിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും അതിൻ്റെ ഫ്യൂസും ബാർകോഡും എല്ലാം ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് വശമാണ്. മുകൾ വശത്ത് ധാരാളം എയർ ഹോളുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു വശമാണ് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇത് എങ്ങനെ തിരിച്ചു വെച്ചാലും ഇൻവെർട്ടർ ആണെന്ന് തോന്നുകയില്ല. ഇതിൻ്റെ ഇൻവെർട്ടറിൻ്റെ എക്സോസ് ഫാനാണ്. സാധാരണ എക്സോസ് ഫാനിനേക്കാളും കുറച്ച് വലിയ രീതിയിലാണ് ഇതിൻ്റെ എക്സോസ് ഫാൻ കൊടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു ബോക്സിൽ ആയതിനാൽ ഹീറ്റിംഗ് കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ താഴെ ഈ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ഭാഗമാണ് ഗ്രില്ല് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU അതേ ലുക്കിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് ഭാഗമാണ്. 2 ചെറിയ ലോക്കുകൾ ഉപയോഗിച്ചാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് അഴിച്ചെടുക്കാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യേണ്ട ബാറ്ററി സെറ്റ് ചെയ്യുന്ന സ്ഥലം. 160 AH വരെ ഈ ഒരു ബാറ്ററി ഈ ഒരു കണ്ടെയ്നറിൽ ഫിറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ കണക്ഷൻ വയറുകളാണ്. ഇതിൻ്റെ പോസിറ്റീവ് വയറിന് നീളം കുറവാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വയ്ക്കാൻ. ബാറ്ററി പൊക്കിയിട്ട് വേണം ഇതിലേക്ക് ഇറക്കി വയ്ക്കാൻ. ഇൻവെർട്ടർ അഴിച്ചെടുക്കാനുള്ള നട്ട് ബോൾട്ടും സ്ക്രൂ പോയിൻറ്റുകളും അവിടെ കൊടുത്തിരിക്കുന്നു. ഇൻവെർട്ടറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും ഈ 4 സ്ക്രൂ അഴിച്ചെടുത്താൽ ഇത് ഈസിയായി പുറത്തേക്കെടുക്കാം. ഇതാണ് ഇതിൻ്റെ അടിഭാഗം. 5 ചക്രങ്ങളുണ്ട് ഇതിന്. ട്രോളി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയുള്ള 5 വീലുകളും വീലിന് ഒരു സ്റ്റോപ്പറും വെച്ചിട്ടുണ്ട്. ഈ നട്ട് താഴോട്ട് നീക്കി വയ്ക്കുമ്പോൾ നമ്മളെവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ അത് ഉരുണ്ടു പോകാതെ ഈ സ്റ്റോപ്പർ അതിനെ തടഞ്ഞു നിർത്തുന്നതാണ്. ഇതിന് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ 2 സൈഡ് ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഇൻവെർട്ടറിൻ്റെ സിഗ്നൽ ഇൻഡിക്കേഷനുകൾ. മുകളിലെ പവർ ബട്ടൺ, ഇൻവെർട്ടർ ഓൺ, അതേപോലെ ഓവർലോഡ്, ബാറ്ററി ലോ, എല്ലാ ഇൻഡിക്കേഷനുകളും ഇവിടെ വ്യക്തമായി കാണിക്കും. ഇതിൽ വന്നിരിക്കുന്ന ഇൻവെർട്ടർ 1100 എന്ന മോഡലിലുള്ള ഇൻവെർട്ടറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബാറ്ററിയുടെ മോഡലും AHഉം നമുക്ക് തീരുമാനിച്ച് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ടോപ്പ് ഇതുപോലെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പോർട്ടബിൾ ചെയ്യാവുന്നതാണ്. ബാറ്ററിയിലെ വാട്ടർ ലെവൽ നോക്കുന്നതിനാവശ്യമായി ഇടയ്ക്ക് ഇത് അഴിച്ചു നോക്കേണ്ടി വരും. ടോപ്പിലെ ഡോറ് ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി വരും. ബാറ്ററിയുടെ വാട്ടർ ലെവൽ മനസ്സിലാക്കാൻ ഇത് ടോപ്പ് ഭാഗം ഓപ്പൺ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇതിനൊരു ഗ്ലാസ് സിസ്റ്റം വന്നിരുന്നെങ്കിൽ വളരെ ഈസിയായി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു.
ബാക്കിയെല്ലാം കൊണ്ടും ഇത് വളരെ നല്ലൊരു ട്രോളി തന്നെയാണ്. ഈ ഒരു മോഡലിൽ നമുക്ക് സോളാർ ഇൻവെർട്ടർ അവൈലബിൾ അല്ല. സാധാരണ ഇൻവെർട്ടറും ബാറ്ററിയും മാത്രമേ ഇതിൽ അവൈലബിൾ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവിധ ഇൻവെർട്ടറുകളും സോളാർ ഇൻവെർട്ടർ ബാറ്ററികളും ഇവിടെ ലഭ്യമാണ്. എല്ലാവിധ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. എല്ലാവിധ EMI ലോൺ സൗകര്യങ്ങളും ഈ ഷോപ്പിൽ ലഭ്യമാണ്.